ഇമാജി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചില അമ്പലങ്ങളിൽ നമ്മൾ നോൺ വെജ് കഴിക്കണ്ടെന്ന് പറയുമ്പം ചിലവർ നമുക്കൊരു വീഡിയോ ഒക്കെ അയച്ചു തരണം, ചില അമ്പലങ്ങൾ പ്രസാദമായിട്ട് നോൺ വെജ് കൊടുക്കണുണ്ടെന്ന്. അതിനെന്ത് മറുപടി സീമാജി പറയും? ചേച്ചി, ദൈവങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചൈതന്യ വിശ്വാസ സങ്കല്പങ്ങളാണ്. അവിടെ ഒരിക്കലും ജീവഹിംസ മഹാപാപം എന്നുള്ളത് വിശ്വനിയമമാണ്. ഒരു ജീവിയെയും കൊല്ലരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് വിശ്വനിയമങ്ങളാണ്. അത് ഗുരുക്കന്മാരിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ശവക്കറി കഴിക്കരുത്. അപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ ഈ കോഴിയെ വെട്ടുന്നതോ അപ്പോൾ അതിന് പകരമായിട്ട് എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കോഴിയെ വെട്ടുന്നവൻ്റെ മകനെ വെട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ വെച്ചാൽ ഒരു ദൈവവും ഹിംസ ആഗ്രഹിക്കുന്നില്ല. ആപത്ത് ധർമ്മം എന്നുള്ളത് നമുക്ക് ഈ ഭൂമിയിൽ അവർ അവതരിച്ചിട്ട് ചില ആപദ്ധർമ്മം, അതായത് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അധർമ്മം കൂടുമ്പോൾ നമ്മൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ആപദ്ധർമ്മം എന്നുള്ള ഹിംസ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും രാക്ഷസ ഗുണങ്ങളെയാണ് അവർ ഹിംസിച്ചിട്ടുള്ളത്, അല്ലാതെ നല്ല തന്നെയല്ല. ഒരു ജീവിയെ കൊന്നിട്ട് അവിടെ അതിൻ്റെ ആ ഒരു മാംസം പ്രസാദമായിട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് ദൈവിക എനർജി അല്ല. എല്ലാ എനർജീസിനെയും മനുഷ്യൻ പ്രോഗ്രാമിംഗ് ചെയ്തതാണ്. അന്നത്തെ സത്യമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ പിന്നീടുള്ളവർ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് അതിനെ പൈശാചികമായിട്ടുള്ള ഈ നെഗറ്റീവ് എനർജി, അതായത് ശിവം, അതായത് ശ്വാസമുണ്ടെങ്കിൽ ശിവമാണ്, ശ്വാസമില്ലെങ്കിൽ ശവമാണ്. അത് മൃതശരീരമാണ്, അത് നെഗറ്റീവ് എനർജിയാണ്. ആ നീചമായിട്ടുള്ള ആഹാരത്തെ അവിടെ ദൈവമെന്ന് അവർ വിശ്വസിക്കുന്ന സങ്കല്പത്തിന് അവർ അർപ്പിച്ചുവെങ്കിൽ, അതിന് വേണ്ടിയിട്ട് കൊന്നുവെങ്കിൽ, തീർച്ചയായിട്ടും കൊന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കരുത്, പിന്നെ തൊട്ടുപോകരുത്. അത് എന്താ വെച്ചാൽ അവരുടെ സങ്കല്പം എന്താ വെച്ചി, അത് ദൈവത്തിന് സമർപ്പിച്ചു ആ കോഴിയെന്ന്. അപ്പോൾ അവർ വിശ്വസിക്കുന്ന ആ ദൈവിക എനർജിക്ക് അവർ സമർപ്പിച്ചെങ്കിൽ പിന്നെ അതിന് തൊട്ടുപോകരുത്. പിന്നെ അതിന് മസാല അരച്ചിട്ടും വറുത്തിട്ടും പൊരിച്ചിട്ടും കറിയാക്കുന്നത് ഇത് ഇവൻ്റെ ഈ തിന്നുന്ന മനുഷ്യൻ്റെ, ഈ അജ്ഞാനിയായ അഹങ്കാരിയായ ഈ തിന്നാൻ വേണ്ടിയിട്ട് മാംസാഹാരം ആഗ്രഹിക്കുന്നവൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണല്ലോ അവൻ കറി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബലി ചെയ്താൽ എന്തിനാണ് ബലി നൽകണമെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ, ദുർഗുണങ്ങളെ, അസുര ലക്ഷണങ്ങളെ, ഞാനെന്ന അഹങ്കാരത്തെ, എൻ്റെ എന്ന മമകാരത്തെ, പൈശാചിക ഗുണങ്ങളെയാണ് ബലി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, മടിയെ. പക്ഷെ ഇവർക്ക് ആവശ്യമുള്ളതിനെ ബലി, ദൈവത്തിന് പേര്, അതായത് കുട്ടിക്ക് പേരും നൊട്ടിക്ക് തീനും, ദൈവത്തിന്റെ പേരും പറഞ്ഞിട്ട് തിന്നുന്നതാരാ? നാണം വേണം ചേച്ചി. ബുദ്ധിയില്ലാത്ത ഈ ഒരു ലോവർ ചക്രാസിലുള്ള പരിപൂർണ അജ്ഞാനികളാണ് ഇതിനെയൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ച് ദൈവീകമായിട്ടുള്ള ക്ഷേത്രങ്ങളെ പോലും മലിനമാക്കിയത്. ഇതൊക്കെ പ്രകൃതി തന്നെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ സമയാനുസാരം കൊടുത്തോളും. സൃഷ്ടി നിയമത്തിനെ ഉല്ലംഘിച്ചവൻ അനുഭവിച്ചിരിക്കും ചേച്ചി. അത് വലിയ ബാഡ് കർമ്മയാണത്, ശാപം തന്നെയാണത്. താങ്ക് യു സീമാജി.